മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനേക മക്കളെ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നുണ്ട്. അനേക മക്കളെ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അനേക മക്കളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നീങ്ങുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. ഇന്നിതാ കർത്താവിന്റെ വചനം നമുക്ക് തരികയാണ്. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് ലൂക്കാസ് സുവിശേഷം പറഞ്ഞത്. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ, പാവപ്പെട്ടവരെ ബന്ധിതരെ വിമോചിതരാക്കി തീർക്കാൻ യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം മുഴുവനായിട്ടും പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു, ഈ കൊച്ചു സുഹൃദയപം കൂടെ കൂടെ ചൊല്ലിക്കൊണ്ട് ജീവിതത്തെ തീയുള്ളതാക്കി മാറ്റാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കട്ടെ. അമൂല്യമായ പരിശുദ്ധാത്മാവ് ഓരോ വലിയ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യം ഓരോരുത്തർക്കും കണ്ടെത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവോട് നിറയാൻ അതിശക്തമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.